നമ്മളിപ്പോൾ ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം ഇതിൽ വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. 3 റൈപ്പ് ബനാനാസ്, 2 മുട്ട, ഒരു 100-110 ഗ്രാം ബട്ടർ, 1 കപ്പ് വാൽനട്ട്, 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ്, 1/2 കപ്പ് റൈസിൻസ്, ബ്ലാക്ക് റൈസിൻസ് സാധാരണ ഇടാറില്ല, ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട്. സോ ഇറ്റ് ഈസ് ടേസ്റ്റി ദാറ്റ് വേ. ഇത് മൈദ, ഇത് പൗഡേർഡ് ഷുഗർ. 1 കപ്പ് 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ. പിന്നെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഇതെങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളത് ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ കാണിച്ചു തരാം. അല്ല അതന്നെ ബുദ്ധിമുട്ടുണ്ടാകും. മല്ലികയിൽ പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ യെസ് നമുക്ക് ഇവിടെ ഇരുന്ന് നടത്താനും പറയാം. പിന്നെ ഇതിന് നന്ദിനിയുടെ ഒരു ശരി. തുടങ്ങാൻ സൂം ചെയ്യാൻ തുടങ്ങട്ടെ. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കാണിക്കാം ഇവിടുന്ന് എൻ്റെ കൈ. അപ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ വാൾനട്ട്സ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. കൈകൊണ്ട് ചെയ്യാവുന്നതാണത്. അത് ഇപ്പോൾ 1 കപ്പ് വാൾനട്ട്, 1/2 കപ്പ്, കുറച്ച് 1/2 കപ്പിന് മുകളിലുണ്ട് ഇത് ചോക്ലേറ്റ് ചിപ്സ്. പിന്നെ ഇതും അതുപോലെ റൈസിൻസും 3 കൂടെ മിക്സ് ചെയ്തു. അടുത്ത സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഇത് ബനാന എങ്ങനെ ഉടയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കാം. മുഴുവൻ മാഷ് ചെയ്യണം നല്ലോണം. ഈസി ടു ഡു ദാറ്റ്. നല്ലോണം പഴുത്ത പഴമായിരിക്കണം. ഞങ്ങളിവിടെ നല്ലോണം പഴുത്ത് തിന്നാൻ പറ്റാതെ ആകുമ്പോഴാണ് ഈ പ്രോസസ്സ് ഉണ്ടാക്കുന്നത്. നല്ലോണം മാഷ് ചെയ്യണം. ഇനി നമുക്ക് ഈ വെണ്ണ കുറച്ച് സോഫ്റ്റ് ആവണം ആയിട്ടുണ്ടാവുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് പൗഡർ ഷുഗർ ഇടുകയാണ് ഞാൻ. അങ്ങനെ പൗഡർ ഷുഗർ അതിലിട്ടു. ഇനി ഇതിനെ മിക്സ് ചെയ്യണം നല്ലോണം. ഇതൊരു 3-4 മിനിറ്റ് എടുക്കും. ആദ്യം കാണിച്ചു തരാം. ബേസിക്കലി യു ഹാവ് ടു മിക്സ് ദിസ് ടുഗദർ.
ബട്ടറും പൗഡർ ഷുഗറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതാ ഇങ്ങനെ ആവും അത്. ഇതിൽ എല്ലാം കൂടെ ഒരു കട്ടയാക്കി കിട്ടും. അത് കഴിഞ്ഞ് ബനാന മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അത്. ഇറ്റ് ബി ലൈക്ക് ദിസ്. ഇത് കഴിഞ്ഞ് നമുക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലോണം മിക്സായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനിയിപ്പോൾ നമുക്ക് മിക്സിങ് തുടങ്ങാം. ആദ്യം ഈ ഷുഗർ ആൻഡ് ബട്ടർ മിക്സിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച ബനാന മിക്സ് ചെയ്യാം. ഒരു പഞ്ചാമൃതം പരുവത്തിലാണ് ബനാന. ഇപ്പോൾ എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക നല്ലോണം. ഇത് ബ്ലെൻഡർ ഉപയോഗിക്കാം നമുക്ക്. കുറച്ചും കൂടെ കഴിയട്ടെ. ഇതിൽ നേരത്തെ പറയാത്ത 2 ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട്. അത് വാനില എസൻസും കുറച്ച് പാല്, 1 ടേബിൾ സ്പൂൺ പാല് മതി. ഇത് ഓൺലി ടു ആ കൺസിസ്റ്റൻസി വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാല് കുറച്ച് ഒഴിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ അത്രയും മതി. പിന്നെ അതേപോലെ കുറച്ച് വാനില എസൻസ്. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് ഇതുകൊണ്ട് ഈ സ്പാറ്റുല കൊണ്ട് കുറച്ച് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി നമുക്ക് മുട്ട മിക്സ് ചെയ്യാം. മുട്ട ഓരോന്നായിട്ടേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, രണ്ടും ഒന്നിച്ച് ഇടരുത്.
അപ്പോൾ അടുത്ത മുട്ടയിടാം നമുക്ക്. നമ്മളെ ഈ ബ്ലെൻഡിങ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട് മിക്സ് ചെയ്യാം. അതിൽ നമ്മൾ അവൻ 325 ഫാരൻഹൈറ്റ് അതിലാണ് സെറ്റ് ചെയ്യേണ്ടത്. 325 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം 167 ആണെന്ന് തോന്നുന്നു. 167 168 ഡിഗ്രി സെൽഷ്യസ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. കുറേശ്ശെയായിട്ട് ചേർക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത ഡോ ഇങ്ങനെയാവും. അത് ഇങ്ങനെ ഈ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് ബേക്കിംഗ് ട്രേ, കേക്ക് ട്രേ. ഇതിലേക്ക് ഇത് മുഴുവൻ ഇതിനൊന്ന് എന്താ പറയുക, ഒന്ന് ഷേക്ക് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ അതിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഞാൻ ഒരു മിനിറ്റ്. അപ്പോൾ കേക്ക് മിക്സ് ഈ മോൾഡിൽ ഒഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഓവനിൽ കയറ്റാം. 325 ഡിഗ്രി ഫാരൻഹീറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് അബൌട്ട് 163 ഡിഗ്രി സെൽഷ്യസ്. ഇനി ടൈമർ സെറ്റ് ചെയ്യണം. 1 മണിക്കൂർ 10 മിനിറ്റ്, 17 മിനിറ്റ്സ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് പുറത്തെടുക്കാം. 1 മിനിറ്റ് സൈലൻസ് പ്ലീസ്. ഓക്കെ, നമുക്കപ്പോൾ സമയമായി, തുറക്കാം. ഇതാണ് എൻ്റെ
കഴിഞ്ഞു, റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചിട്ട് വെളിയിലെടുത്തിട്ട് കട്ട് ചെയ്യാം. ശരി. അപ്പോൾ കുറച്ചൊക്കെ തണുത്തു. കേക്ക് നമുക്ക് ഇതിലേക്ക്, ഈ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിനെ തിരിച്ചിട്ടിട്ട് നമുക്കതിനൊന്ന് കട്ട് ചെയ്യാം. എന്ത് കഴിച്ചടാ മിണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ സ്ലൈസാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ബനാന ബ്രെഡ് ഈസ് സ്ലൈസ്ഡ് ആൻഡ് റെഡി ഫോർ സർവിങ്. താങ്ക് യു.